ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശത്തിന് ഒന്നും പറ്റരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ജൂത വിഭാഗവും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒക്കെയും നിർണായകമായി കാണുന്ന പ്രദേശം കൂടിയാണ് ജെറുസലേം. അതുകൊണ്ട് തന്നെ സൈനികമായ മുന്നേറ്റം തന്നെ അവിടെ കൈക്കൊള്ളുവാൻ തീരുമാനിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ 3-ാം ദിവസം നിർണായകമായ ഒരു സംഭവം ഉണ്ടായി. അതാണ് ജെറുസലേം ആക്രമണം. തലേ ദിവസം തന്നെ ഇസ്രായേൽ സേന നിർണായകമായ മൗണ്ട് സ്കോപ്പസ് പിടിച്ചെടുക്കുകയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് ഓൾഡ് സിറ്റിയെ തന്നെ കീഴടക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചു. ഇസ്രായേൽ രൂപീകരണത്തിനപ്പുറം, അതായത് 1948 ഇപ്പുറം ഈസ്റ്റേൺ ജെറുസലേം എന്നത് ജോർദാന്റെ കൈകളിലാണ്. ചരിത്രപ്രസിദ്ധമായതും അന്ത്യകാലഘട്ടത്തിൽ നിർണായകവുമായ ഇടമാണ് ജെറുസലേം ദേവാലയം എന്നത്. എന്നാൽ ജെറുസലേം ജോർദാന്റെ കൈകളിലായിരുന്നതിനാൽ ജെറുസലേം ദേവാലയത്തിന്റെ തകർന്ന ഇടത്ത് പോലും യഹൂദന് കയറി ചെല്ലുവാൻ അന്ന് വളരെ പ്രയാസമായിരുന്നു. ഉച്ചവരെ അതിശക്തമായ യുദ്ധമാണ് ഈ മേഖലയിൽ നടന്നത്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് റേഡിയോയിൽ ഒരു സന്ദേശമെത്തി. The Temple Mount is in our hands എന്ന സന്ദേശമാണ് ഇസ്രായേൽ ജനതയ്ക്ക് മേൽ അന്ന് മുഴങ്ങിയത്. അങ്ങനെ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം രൂപീകരിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം ജൂതന്മാർക്ക് വിലാപ മധ്യത്തിൽ എത്തുവാനും പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചു.